അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സൂറത്ത് ഗാഫിർ 40-ാമത്തെ അധ്യായം 21-22 ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് കുറഞ്ഞ സമയം കൊണ്ട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതും എത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായിട്ട് ദുആ ചെയ്യുകയാണ്. സൂറത്ത് ഗാഫിർ 21-ാമത്തെ ആയത്തിൻ്റെ പാരായണം, തജ്വീദ് പ്രകാരമുള്ള പാരായണം നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം. 21-22 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب. 21-ാമത്തെ ആയത്ത്, അതിൻ്റെ വാക്കർത്ഥമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അവലം യസിറു, അവർ സഞ്ചരിക്കാറില്ലേ, ഫിൽ അർദ്, ഭൂമിയിൽ, ഫയൻദുറു, അപ്പോൾ അവർക്ക് കാണാം, കൈഫ കാന, എങ്ങനെ ഉണ്ടായി, എങ്ങനെ ആയി, ആഖിബത്തുല്ലദീന, യാതൊരു കൂട്ടരുടെ അവസാനം, പര്യവസാനം, കാനൂ മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുണ്ടായിരുന്ന, കാനൂ ഹും, അവർ തന്നെയായിരുന്നു, അശദ്ദ മിൻഹും, ഇവരെക്കാൾ ശക്തിയുള്ളവർ, ഖുവ്വതൻ, ശക്തിയിൽ, വ ആസാറൻ, ശേഷിച്ച അടയാളങ്ങളിലും, ഫിൽ അർദ്, ഭൂമിയിൽ, ഫഅഖദഹുമുല്ലാഹു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിച്ചു, ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ നിമിത്തം, വമാ കാന ലഹും, അവർക്കുണ്ടായതുമില്ല, മിനല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, മിൻ വാഖ്, ഒരു തടുക്കുന്ന ആളും. ആകെ അർത്ഥം, അവലം യസീറു ഫിൽ അർള് ഫയൻദുറു കൈഫ കാന ആഖിബത്തുല്ലദീന കാനൂ മിൻ ഖബ്ലിഹിം, അവർ, മനുഷ്യർ, ഭൂമിയിലൂടെ സഞ്ചരിക്കാറില്ലേ, അപ്പോൾ അവർക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് കാണാമല്ലോ. കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വ ആസാറൻ ഫിൽ അർള്, അവർ, മുൻപ് കഴിഞ്ഞ ആളുകൾ, അവരുടെ ശക്തിയിലും അവരുടെ കാൽപ്പാടുകളിലും അവരെക്കാൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ ശക്തന്മാരായിരുന്നു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ നിമിത്തം അല്ലാഹു അവരെ പിടിച്ചു ശിക്ഷിച്ചു. വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്, അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന, അവരെ ശിക്ഷയിൽ നിന്ന് തടുക്കുന്ന ഒരാളും തന്നെ ഉണ്ടായതുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വിശദീകരണമായിട്ട് പറയുവാനുള്ളത്, അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്നറിയോ, നിങ്ങൾക്ക് മുമ്പ് ശക്തിയുള്ള ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അത്തരത്തിലുള്ള ആളുകളുടെ പാപങ്ങൾ നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വേരോടെ തന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ. അത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുള്ള സമുദായം ഹൂദ് നബിയുടെ സമുദായമാണ് ഒന്ന്. അതിൻ്റെ മുമ്പ് നമുക്കറിയാം നൂഹ് നബിയുടെ സമുദായം, പിന്നെ ലൂത്ത് നബിയുടെ സമുദായം, സ്വാലിഹ് നബിയുടെ സമുദായം, ഫിർഔൻ, ഖാറൂൻ തുടങ്ങിയ
അഹങ്കാരികളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ നിമിത്തം നശിപ്പിക്കുകയുണ്ടായി എന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ അവർ ജീവിച്ചിരുന്ന പ്രദേശങ്ങളുടെ അവശിഷ്ടം ഉത്ഖനന ഗവേഷണത്തിലൂടെ കണ്ടെടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നത്. ശരിക്കും ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു ആയത്താണിത്. ഹൂദ് നബി അലൈഹിസ്സലാം ഹൂദ് നബി അലൈഹിസ്സലാമക്ക് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ജനങ്ങളോട് പ്രബോധനം ചെയ്തു, നിങ്ങൾ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണേ, നിങ്ങളുടെ ആരാധനകൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകണേ എന്ന്. അവർ നൂഹ് നബി അലൈഹിസ്സലാമയെ കളിയാക്കി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊന്നും സ്വീകരിച്ചില്ല. 950 വർഷമാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയത്. അന്നത്തെ ആളുകൾക്ക് ആയുസ് കൂടുതലായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം പ്രബോധനം നടത്തിയിട്ടും വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമേ നൂഹ് നബി അലൈഹി സ്വലാമക്ക് കിട്ടിയുള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമയോട് പറയുകയാണ് ഒരു കപ്പൽ ഉണ്ടാക്കുവാൻ. നൂഹ് നബി അലൈഹി സ്വലാം ജൂദി പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു കപ്പൽ ഉണ്ടാക്കുകയാണ്. ആളുകൾ പറഞ്ഞു നൂഹിന് ഭ്രാന്താണ്, കാരണം ഈ വേനൽക്കാലത്തെ ഓൻ പോയിട്ട് കപ്പൽ ഉണ്ടാക്കണം മലന്റെ മുകളിൽ പോയിട്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയായ വെള്ളപ്പൊക്കം പ്രളയമുണ്ടാക്കുകയും നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനതയെ നശിപ്പിക്കുകയും ചെയ്തു. വിശ്വസിച്ച ആളുകളെയും ഭൂമിയിൽ നിന്ന് ഏതാനും ജീവികളുടെ ഇണകളെയും കപ്പലിൽ കയറ്റുകയും അങ്ങനെ ബാക്കിയുള്ള ആളുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനതയെ അവരുടെ പാപങ്ങൾ നിമിത്തം, അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രളയത്തിലൂടെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിന്റെ വിശദീകരണമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്, ഒരുപാട് വിശദീകരണം നൽകേണ്ട ഒരു ആയത്താണിത്. ഏതാനും ചുരുങ്ങിയ വാക്കുകളിലാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേതാണ് ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനത. ഹൂദ് നബി അലൈഹി സ്വലാം ആദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. 7000 വർഷങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒമാനിലെ ഷിദ്ർ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഹൂദ് നബി അലൈഹി സ്വലാമെ നിയോഗിക്കപ്പെട്ടത്. ഉബാർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം, അവിടെ തികച്ചും മരുഭൂമി ആയിരുന്നു. പിന്നീട് അവിടെ ഉത്ഖനന ഗവേഷണം, മണ്ണ് മൂടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു ഉബാർ, മണല് മാത്രം. പിന്നീട് അവിടെ ചരിത്രകാരന്മാർ ഉത്ഖനന ഗവേഷണം നടത്തി. മണൽക്കൂനകൾ ഇങ്ങനെ മിഷനറിയൊക്കെ ഉപയോഗിച്ച് മണൽക്കൂനയൊക്കെ മാറ്റിയപ്പോൾ ഉബാർ എന്ന പ്രദേശത്ത് ഹൂദ് നബിയുടെ ജനത ജീവിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ശക്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത് പ്രകാരം ശക്തിയിൽ ഭയങ്കര ശക്തിയുള്ള ആളുകളായിരുന്നു അവർ. അള്ളാഹുവിന്റെ പ്രയോഗം ഇങ്ങനെ ശക്തിയിലും അതേപോലെ അവരുടെ കാൽപ്പാടിലുമൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ ശക്തന്മാരായിരുന്നു ആളുകൾ. അന്നത്തെ ആളുകൾ മല തുറന്നിട്ടൊക്കെയാണ് വീടുണ്ടാക്കുക. മല ഉണ്ടല്ലോ, പാറ തുറന്നിട്ട് വീടുണ്ടാക്കും. അതൊക്കെ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനത ജീവിച്ച പ്രദേശങ്ങൾ, സ്വാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനത ജീവിച്ച പ്രദേശങ്ങളൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിന്റെ ചരിത്ര ഭൂമികളിലൂടെ എന്ന നിങ്ങൾ ആ ഒരു ക്യാപ്ഷനിൽ കൊടുത്താൽ ഓരോ പ്രവാചകന്മാരുടെ ജനത, നശിപ്പിക്കപ്പെട്ട ജനത ജീവിച്ചിരുന്ന പ്രദേശങ്ങൾ ഉത്ഖനന ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ഭുതമാണത്, അത്ഭുതം. പാറ തുരന്നുകൊണ്ട് വീടുണ്ടാക്കുന്ന ശക്തന്മാരായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 രാത്രിയും 8 പകലും കൊടുങ്കാറ്റിലൂടെ നശിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. കൊടുങ്കാറ്റിലൂടെ 69-ാം അധ്യായം 6-ാമത്തെ ആയത്തും 7-ാമത്തെ ആയത്തും ഇതിന്റെ വിശദീകരണമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായം 40-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട് ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ വിശദീകരണം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനതയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ് ഉണ്ടായത്. 54-ാം അധ്യായം 33 മുതൽ 34 വരെയുള്ള വചനങ്ങളിലൂടെ ഇത് ലൂത്ത് നബിയുടെ ജനതയെ ചരൽക്കാറ്റ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനത അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സൊഡോമി എന്ന സ്വവർഗ ലൈംഗികത, ഒരു സ്വവർഗ ലൈംഗികതയെ ഒരു എന്താ പറയുന്നത്, ഒരു നാട്ടു നടപ്പാക്കിയിട്ട് കണ്ടിരുന്ന ആളുകളായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനത. സൊഡോം എന്ന പ്രദേശത്താണ് ലൂത്ത് നബി അലൈഹി സ്വലാം അവരുടെ ജനതയുമൊക്കെ ജീവിച്ചിരുന്നത്. അതിൽ നിന്നാണ് സൊഡോമി എന്നുള്ള ഒരു വാക്ക് തന്നെ ഉണ്ടായിട്ട് ഉള്ളത് എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സൂറത്ത് ഷുറായിൽ 167-ാമത്തെ ആയത്തും 168-ാമത്തെ ആയത്ത്, സൂറത്ത് ഹൂദിലെ 77 അതേപോലെ 78 ആയത്തുകളൊക്കെ ലൂത്ത് നബി അലൈഹി സ്വലാമയെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാമ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, ഇത്തരത്തിലുള്ള സൊഡോമിയിൽ നിന്ന് നിങ്ങൾ പിന്തിരി, സ്വവർഗ സംഭോഗത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരി, ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ നിങ്ങൾക്ക് വരും എന്നൊക്കെ പറഞ്ഞു. ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ വീട്ടിലേക്ക്
മലക്കുകൾ വേഷം മാറി സുന്ദരന്മാരായിട്ടുള്ള ആളുകളുടെ രൂപത്തിൽ വന്നപ്പോഴേ അവരെ വരെ ഇത്തരത്തിലുള്ള ഒരു സൊഡോമിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത ശ്രമിക്കുകയുണ്ടായി. ലൂത്ത് നബി അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരൽക്കാറ്റിലൂടെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ജനതയെ നശിപ്പിച്ചു. ചരൽക്കാറ്റിലൂടെ മാത്രമല്ല, ഒരു പ്രത്യേക തരം മഴ, ആസിഡ് റെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പ്രത്യേക തരത്തിലുള്ള മഴ ഇറക്കിക്കൊണ്ട്, ആസിഡ് മഴ ഇറക്കിക്കൊണ്ട് ആ ജനതയെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ കീഴ്മേൽ മറിക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയാണ് ചാവുകടൽ ഉണ്ടായത്. ചാവുകടല് ഇന്ന് നമുക്കറിയാം, ജോർദാനിന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്നും എത്രയോ കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ചാവുകടൽ യൂട്യൂബിലൊക്കെ അടിച്ചൊക്കെ കാണാം. ആ ചാവുകടലിൽ വീണാൽ താഴ്ന്നു പോകൂല. അത്ഭുതമാണ് ചാവുകടൽ. ഒരു ആന ചാവുകടലിൽ വീണാൽ വരെ താഴ്ന്നു പോകൂല. അത്രയും ഉപ്പിന്റെ അംശം കൂടുതലാണ്, സാന്ദ്രത, ഡെൻസിറ്റി കൂടുതലാണ് ചാവുകടലിലെ വെള്ളത്തിന് എന്നുള്ളത് നമുക്ക് യൂട്യൂബിലൊക്കെ പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. മാത്രമല്ല, അതിലൊരു ജീവജാലം പോലും ജീവിക്കില്ല. ഒരു മീനിനെ ചാവുകടലിൽ കൊണ്ടുപോയിട്ടാൽ അത് ചത്തുവും. മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഈ ചാവുകടലിലെ വെള്ളത്തിലുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ പ്രദേശമാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ പ്രദേശം എന്ന് പറയുന്നത്. അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങിയ പ്രദേശമാണ്. സംസം വെള്ളത്തിന്റെ നമുക്കറിയാലോ, മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല എല്ലാ മൂലകങ്ങളും സംസം വെള്ളത്തിലുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ചാവുകടലിലെ വെള്ളം. ചാവുകടലിലെ വെള്ളത്തിൽ ശരീരത്തിലെ ടാറടക്കമുള്ള, ശരീരത്തിന് ദോഷകരമാകുന്ന സൾഫറും ടാറും അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഈ ഏതിലുണ്ട് അറിയോ? ചാവുകടലിലെ വെള്ളത്തിലുണ്ട്. മാത്രമല്ല, അത്ഭുതം എന്താന്ന് വെച്ചാൽ, ചാവുകടല് എന്ന് അറിയപ്പെടുന്ന ഒരു വലിയ തടാകം, ആ ഒരു വലിയ തടാകം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ജനതയെ നശിപ്പിച്ച, ആസിഡ് റെയിനിലൂടെ, അമ്ലമഴയിലൂടെ നശിപ്പിച്ച ആ പ്രദേശത്ത് അതിന്റെ ചുറ്റുവട്ടങ്ങളിലും ഉണ്ടാകുന്ന ആപ്പിൾ ചെടികളുണ്ട്. അമാനിമലിന്റെ തഫ്സീറിലെ വിശദീകരണത്തിൽ ചാവുകടൽ എന്നുള്ളൊരു വിശദീകരണമുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ആപ്പിൾ ഉണ്ടല്ലോ, ഈ ആപ്പിള് നമ്മൾ കടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സൈസ് ഇഷ്ടികപ്പൊടി പോലെയുള്ള ഒരു പൊടിയാ, അതുവരെ തിന്നാൻ പറ്റൂല എന്നാ. ചാവുകടലിന്റെ പരിസരത്തുള്ള ഫലങ്ങളിൽ നിന്ന് നമ്മൾ അത് ഭക്ഷിക്കാൻ യോഗ്യമല്ല എന്നുള്ളതാണ്. അത്രയും അള്ളാന്റെ ശിക്ഷ ബാധിച്ച പ്രദേശമാണ്. ഇതൊക്കെ എന്തിനാണ് കാണിച്ചിരുന്നേ? ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഒരു ഗുണപാഠത്തിന് വേണ്ടിയിട്ടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അനുസരിച്ചാണ് ജീവിച്ചോളിട്ടോ, അല്ലെങ്കിലേ അള്ളാഹ് ഈ ലോകത്ത് നിന്ന് തന്നെ നശിപ്പിച്ചോളും, പരലോകത്ത് ശിക്ഷ വേറെ ഉണ്ടാവും. അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ജനതയാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത, സമൂദ് ഗോത്രം എന്നുള്ളത്. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഒട്ടകത്തെ അയക്കുകയാണ്. അള്ളാഹുവിന്റെ ഒട്ടകം, മല പിളർന്നുകൊണ്ടാണ് ആ ഒട്ടകം വരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? സമൂദ് ഗോത്രക്കാർക്ക് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ പ്രവാചകൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഒരു തെളിവാണത്. ഒരു അമാനുഷിക ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു മോജിസത്താണ് സ്വാലിഹ് നബിയുടെ മോജിസത്ത്. സ്വാലിഹ് നബി അള്ളാഹിന്റെ നബിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിന് വേണ്ടിയിട്ട് ജനങ്ങളോട് പറയണം, അതാ നോക്കിക്കോളി എന്ന് പറയാം. പാറ അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ, മല അങ്ങോട്ട് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം വരികയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കിണർന്ന് വെള്ളം എടുക്കാം, ഒട്ടകത്തിന് ഒരു ദിവസം വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞു. അവർ ധിക്കാരികൾ, അള്ളാഹിന്റെ ഒട്ടകത്തെ അവരെ അറുത്ത് കളഞ്ഞു. മാത്രമല്ല, സ്വാലിഹ് നബി അലൈഹി സ്വലാം പറയുന്നത് ഒന്നും അനുസരിക്കണില്ല എന്ന് മാത്രമല്ല, അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, തോന്നിയ പോലെ. സ്വാലിഹ് നബി അലൈഹി സ്വലാമിയുടെ മോജിസത്തായിട്ട് ഒട്ടകം മല പിളർന്നുകൊണ്ട് വരുന്നത് കണ്ണുകൊണ്ട് കണ്ട ആളുകളാ. എന്നിട്ട് പോലെ അതിനെ ധിക്കരിച്ച് ആ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞ് അള്ളാഹിനോട് താനി ധിക്കാരം കാണിക്കുകയാണ്, താനി ധിക്കാരം തോന്നിവാസം കാണിക്കുകയാണ്. അതേപോലെ സ്വാലിഹ് നബി അലൈഹി സ്വലാമെ പരിഹസിക്കുകയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവസാനം അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ഘോര ശബ്ദത്തിലൂടെയാണ് ആ ഒരു ജനതയെ നശിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. 69-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ആയത്തിലുണ്ട്. അതുപോലെ 54-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലൊക്കെ ആയത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച വേറെ ഒരുപാട് സമുദായങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലേ കാണാൻ പറ്റും. ഇന്ന് ഉത്ഖനന ഗവേഷണത്തിലൂടെ മണൽ ഇങ്ങനെ മൂടിക്കിടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പൊ ഇങ്ങനെ ചരിത്രകാരന്മാർ ഇങ്ങനെ JCB കൊണ്ടൊക്കെ ഇങ്ങനെ പരിശോധിക്കുക തന്നെയാണ്. അപ്പൊ ഈ മണലൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അതിന്റെ അടിയിലേ വലിയ വലിയ ജനത ജീവിച്ചിരുന്ന സ്ഥലങ്ങളെ പാറ തുരന്നിട്ടൊക്കെ, അത് നിങ്ങൾ കാണുന്നു വേണം കേട്ടോ, യൂട്യൂബിൽ അടിച്ച് കാണുന്നത്. വലിയ മല തുരന്ന്, പാറ തുരന്നിട്ട് വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയില്ല, എന്ത് ഉറപ്പില്ല അറിയോ? നമ്മൾ വീടുണ്ടാക്കുന്നതിനേക്കാൾ ഭംഗിയിൽ പാറ തുരന്നിട്ടാണ്. അത്രയും ശക്തന്മാരായിട്ടുള്ള സമുദായങ്ങളാണ് ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെ ഒക്കെ സമുദായം എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലാണ്ട് നശിപ്പിച്ചു കളഞ്ഞ്. അതുപോലെ തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ അള്ളാഹ് നശിപ്പിച്ച ഇതിന്റെ വിശദീകരണമായിട്ടൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഫിർഔനാണ്. എന്താ ഫിർഔന്? ആരാ ഫിർഔന്? അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും ഉന്നതനായ രക്ഷിതാവ്, നിങ്ങളുടെ പടച്ചോൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ആളാണ് ഫറോവ. ഈജിപ്തില് ജീവിച്ച ഭരണാധികാരി, ചക്രവർത്തിയായിരുന്നു ഫറോവ. ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ ആളാണ് ഫറോവ. മൂസാ നബി അലൈഹി ഇസ്ലാം, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഒരുപാട് ദഅവത്ത് നടത്തി നോക്കി ഫറോവയോട്, ഫിറൗനോട്.
അപ്പൊ ഫറോവ ചോദിക്കാണ്, ഫിറോൻ ചോദിക്കാണ്, വമാ റബ്ബുക്കുമാ യാ മൂസ, മൂസ ഈ പറയുന്ന റബ്ബാരാ? ഇജ്ജ് പറയണ്ടല്ലോ കുറെ, ഞാനല്ലാതെ വേറൊരു റബ്ബിന് ഈജിപ്തുകാർക്ക് അറിയില്ല. ഈജിപ്തുകാർക്ക് അറിയുന്ന റബ്ബ് എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. വമാ റബ്ബുക്കുമാ യാ മൂസ, എൻ്റെ റബ്ബ് പറയുന്നത് എന്താടാ? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറയണം, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. റബ്ബുനല്ലദീ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്നുള്ളത്. അപ്പൊ ഫിറോൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. വമാബാലുൽ ഖുറൂനി എന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോൻ ചോദിക്കുന്നുണ്ട്, മുൻകഴിഞ്ഞ സമുദായത്തിന്റെ അവസ്ഥയൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് കൃത്യമായ മറുപടി ആരും കൊടുക്കുന്നുണ്ട്? മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, അതൊക്കെ പടച്ചോന്റെ രേഖയിലുണ്ട്, പടച്ചോനൊന്നും മറന്നു പോകുന്നില്ല കേട്ടോ, ഈ ബേജാറാണ്ടാണ്. എന്നിട്ട് വളരെ മാന്യമായ രീതിയിൽ ദാവത്ത് നടത്തി നോക്കുകയാണ് ഫിറോനോട്, ഒരു രക്ഷയില്ല. അവസാനം മൂസാ നബി അലൈഹി സ്വലാമെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ മൂസയിൽ വിശ്വസിച്ച ആളുകളെയും മൂസാ നബി അലൈഹി സ്വലാമയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, കൊല്ലാൻ പിന്തുടർന്നു. ചെങ്കടലിന്റെ മുന്നിലെത്തിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. സത്യവിശ്വാസികൾ, മൂസാ നബി അലൈഹി സ്വലാമക്ക് ഒരു ഭയം ഉണ്ടായില്ല. അള്ള പറഞ്ഞ് വടികൊണ്ട് കടലിലടിക്കാൻ. മൂസാ നബിയുടെ മൊയ്സത്താണത്. കടൽ രണ്ടായിട്ട് പിളർന്നു, ഒരു നല്ലൊരു വഴി, ആ വഴിയിലൂടെ അപ്പുറത്തേക്ക്, കടലിന്റെ അപ്പുറത്തേക്ക് ഇവർ രക്ഷപ്പെട്ടു. ഫിർഔനെ അതേപോലെ കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടലിൽ മുക്കിക്കൊല്ലുകയാണ്, ചെങ്കടലിലാണ് മുക്കിക്കൊല്ലുന്നത്. ആ റൂഹ് ഇങ്ങനെ തൊണ്ടക്കുഴിയിലെത്തിയ സമയത്തുണ്ടല്ലോ, ഫിർഔൻ പറഞ്ഞു, ഞങ്ങൾ മൂസായിലും ഹാറൂന്റെ ഒക്കെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നേന്ന് പറഞ്ഞ് കരിയാണ് ഫിർഔൻ. അള്ള പറയുന്ന ഒരു മറുപടി ഉണ്ട്, നിങ്ങളെ തൗബ ആർക്ക് വേണമെന്നാ? ഇത്ര കാലം തന്നിട്ട് നിങ്ങൾക്ക് മടങ്ങി വരാനുള്ള സമയം തന്നില്ലേ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറോനെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫിറോന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ. ഓൽക്കൊക്കെയുള്ള ദൃഷ്ടാന്തമായിക്കൊണ്ട് ഫിറോന്റെ ശരീരം കടലിൽ കിടന്നിട്ടും നശിക്കാതെ, മീൻ ഭക്ഷിക്കാതെ അത് കണ്ടെടുക്കുകയും ഇന്ന് ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിലെ റോയൽ മമ്മി ഹാളിൽ രാംസസ് രണ്ടാമൻ എന്ന ഫിറോനിന്റെ ശരീരം, മമ്മി അല്ലട്ടോ, മമ്മി എന്ന് പറയുന്നത് ഫറോവമാര്, ഫറോവ എന്ന് പറയുന്ന ഒരു കുറെ ആളുകളാണ്, ചക്രവർത്തിമാര്. അവരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തെയൊക്കെ മമ്മിയാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഉള്ളിൽ അതൊക്കെ പ്രത്യേകമായിട്ട് എംബാം ചെയ്ത് മരുന്നൊക്കെ പുരട്ടിയിട്ട് ശരീരത്തെ, മയ്യത്തിനെ അങ്ങനെ സൂക്ഷിക്കും. ഇതല്ല, ഇത് ഡയറക്റ്റ് കടലിൽ മുക്കിക്കൊന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് രക്ഷപ്പെടുത്തിയെടുത്ത മമ്മിയല്ല അത്. എന്നിട്ട് അള്ളാഹ് കൈറോ മ്യൂസിയത്തിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാ അറിയോ? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ദൃഷ്ടാന്തമായിക്കൊണ്ട് വല്ലാതെ കളിക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അള്ളാഹു നശിപ്പിക്കും, നിങ്ങളെക്കാൾ ശക്തരായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതാണ് എന്നുള്ളത് ലോക ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അതേപോലെ തന്നെ ഇതിന്റെ വിശദീകരണമായിട്ട് പറയുന്നത് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിയാണ്, ഹാറൂൻ നബി എന്ന് പറയുന്നത് നബിയാണ്, പ്രവാചകനാണ്. ഞാൻ ഉദ്ദേശിച്ചത് കാറൂനാണ് കേട്ടോ. കാറൂൻ എന്ന് പറഞ്ഞാൽ ധനികനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് ധാരാളമായിട്ട് നൽകി. 28-ാമത്തെ അധ്യായത്തിൽ 76-ാമത്തെ ആയത്തിലൊക്കെ അത് പറയുന്നുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. എന്നിട്ട് കാറൂൻ എന്ന് പറഞ്ഞറിയാം, എനിക്ക് എന്തോ ഒരു സമ്പത്താ, ഈ സമ്പത്തൊക്കെ എൻ്റെ കഴിവുകൊണ്ടുണ്ടായതാട്ടോ. അപ്പൊ ബാക്കിയുള്ള ജനങ്ങളോ സത്യവിശ്വാസികളൊക്കെ പറഞ്ഞ, കാറൂനെ അള്ള തന്നതാട്ടോ, അഹങ്കരിക്കല്ലേ, എന്ത് എനിക്കെന്റെ കഴിവുകൊണ്ടുണ്ടായതാണ് ഇതൊക്കെ. കാറൂന്റെ സമ്പത്തിന്റെ ഭണ്ഡാരങ്ങളുടെ താക്കോലെടുക്കാൻ തന്നെ വേറെ ആൾക്കാർ ചുമന്നുകൊണ്ടോണം, അത്രയുണ്ട് കാറൂന്റെ സമ്പത്ത്. ധിക്കാരം കാണിച്ച് കാറൂൻ ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടുണ്ടായതാന്ന് പറഞ്ഞു അഹങ്കാരിയായിട്ട് മാറി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറൂന്റെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ഭൂമിയിലേക്കാണ്ട് ആഴ്ത്തിക്കളഞ്ഞു. അത് നിങ്ങൾക്ക് കാണാം, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാറൂൻ, അതുപോലെ ഖുർആന്റെ ചരിത്രഭൂമികളിലൂടെ എന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാറൂന്റെ ആ സ്ഥലം കാണിക്കുന്നുണ്ട്. ആഴ്ത്തിക്കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഅ്മിനിന്റെ അല്ലെങ്കിൽ സൂറത്ത് ഗാഫിറിന്റെ 21-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, അവലം യസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ഒന്ന് സഞ്ചരിച്ച് നോക്കുങ്ങൾ. ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വ ആസാറൻ ഫിൽ അർദ്, ഭൂമിയിലെ ഒരു വല്ലാത്ത ശക്തിയുള്ള ആളുകളായിരുന്നു, വല്ലാത്ത കാൽപ്പാടിൽ ഹാസാറിലൊക്കെ നല്ല ശക്തിയുള്ള ആളുകളായിരുന്നു അവർ. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അതാണ് അടിവരയിടേണ്ട പോയിന്റ്. ഫഅഖദഹുമുല്ലാഹ്, അള്ളാഹ് പിടുത്താണ്ട് പിടിച്ചു എന്നാ പറഞ്ഞത്.
ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ നിമിത്തേ അല്ലാഹു സുബ്ഹാനഹു വതആല അവരൊരു പിടുത്തം പിടിച്ചിരുന്നു. വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ, അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല എന്നുള്ളതാണ്. അടുത്ത ആയത്ത് 22-ാമത്തെ ആയത്താണ്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ദാലിക, അത് ബി അന്നഹും, അവരാണെന്നതുകൊണ്ടാണ്, കാനത്ത് തഅതീഹിം, അവർക്ക് വന്നിരുന്നു, റുസുലുഹും, അവരുടെ റസൂലുകൾ, ബിൽ ബയ്യിനാത്തി, തെളിവുകളും കൊണ്ട്, ഫകഫറൂ, അപ്പോൾ അവരതിനെ അവിശ്വസിച്ചു, ഫഅഖദഹുമുല്ലാഹു, അപ്പോൾ അള്ളാഹു ഒരു പിടുത്തം പിടിച്ചവരെ, ഇന്നഹു, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ഖവിയ്യുൻ, ശക്തനാണ്, ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല. ദാലിക ബിഅന്നഹും കാനത്ത് തഅതീഹിം റുസുലുഹും ബിൽ ബയ്യിനാത്ത്, തെളിവുകളുമായിക്കൊണ്ടേ ഈ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ പ്രവാചകന്മാർ വന്നിരുന്നു. ഫകഫറു ഫഅഖദഹുമുല്ലാഹ്, ഫകഫറു, അപ്പോൾ അവരെന്ത് ചെയ്ത്, പ്രവാചകന്മാരെ അങ്ങോട്ട് അവിശ്വസിച്ചു. ഫഅഖദഹുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഒരു പിടുത്തം പിടിച്ചു. ഇന്നഹു ഖവിയ്യും ശദീദുൽ ഇഖാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തനാണ്, പ്രതികാര നടപടി എടുക്കുന്നവനുമാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മുൻകഴിഞ്ഞു പോയ ശക്തന്മാരായിട്ടുള്ള സമുദായത്തിന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അവരെ എന്തുകൊണ്ടാണ് നശിപ്പിച്ചേ? അവരുടെ ധിക്കാര നിമിത്തം, അവരുടെ പാപം നിമിത്തം, അള്ളയല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടായത് കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ചത് എന്നാണ് അള്ളാഹ് ഈ ഒരു 2 ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. കൂടുതൽ പഠിക്കുക, ഒരുപാട് വിശദീകരണം ആവശ്യമുള്ള ഒരു ആയത്താണ്. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഭൂമിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകാൻ പറ്റുകയാണെങ്കിൽ യാത്ര പോവുക. എന്നിട്ട് ഇത്തരത്തിലുള്ള ശക്തന്മാരായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ പൂർണ്ണമായിട്ട് അനുസരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വെടിയുകയും ചെയ്തുകൊണ്ട് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കണമേ എന്ന് എന്നെ മറക്കാതെ ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ പ്രവർത്തനത്തിലോ ഈ പഠനത്തിലോ ക്ലാസ്സിലോ മറ്റോ ഈ പറഞ്ഞതിലോ കേട്ടതിലോ മനസ്സിലാക്കിയതിലോ അല്ലെങ്കിൽ ഇത് എത്തിച്ചു കൊടുക്കുന്നതിലോ ഏതെങ്കിലും രീതിയിലുള്ള ലോകമാന്യതയോ റിയാഓ നിഫാക്കോ അതേപോലെ കിബറോ ഹസദോ ഏതെങ്കിലും തിന്മകൾ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തരുമാറാകട്ടെ. നമുക്ക് ഏവർക്കും പരസ്പരം ദുആ ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ട്, മഹത്തായ കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ബാക്കിയുള്ള ആയത്തുകളിലൂടെ കടന്നു പോകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.